അപ്പോൾ എല്ലാവർക്കും ടെല്ല പീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് 7am ക്ലബ്ബുമായിട്ടാണ്. ഇംഗ്ലീഷിന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വൊക്കാബുലറിയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളുമാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. OWS എന്ന് പറയും, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്കൊരു സെന്റൻസ് തരും, അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ മീനിങ് വരുന്ന വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യമേ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇതിന് പകരമുള്ള തന്നേക്കുന്ന സെന്റൻസിന് പകരമുള്ള വൺ വേർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കിക്കോളൂ, ഏതാണ് സെന്റൻസ് എന്ന് നോക്കാം. എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് കാൾഡ്. അതായത് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കാത്ത ആൾക്കാരെ പറയുന്ന പേര്. അതാണ് അതിന്റെ തന്നിരിക്കുന്ന സെന്റൻസിന്റെ അർത്ഥം. അപ്പൊ അതേ മീനിങ് വരുന്ന വാക്ക് ഏതാണ് താഴെ തന്നിരിക്കുന്നത് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ തിയസ്റ്റ്, രണ്ടാമത്തെ ഏത്തിയസ്റ്റ്, മൂന്നാമത്തെ ഫാറ്റലിസ്റ്റ്, നാലാമത്തെ അഗ്നോസ്റ്റിക്. അപ്പൊ ഈ 4 വാക്കുകളാണ്. ഇതിന്റെ ശരിയായിട്ട് വരുന്ന ആൻസർ ഏതാണ്? ഏത്തിയസ്റ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന ഒരു വാക്കാണ് ഈ വാക്ക്. അപ്പൊ ഏത്തിയസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ബാക്കി ഓപ്ഷൻസിലേക്ക് കടക്കാൻ നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് വാക്കുണ്ടോ ഏത്തിയസ് എന്ന് പറയുന്ന വാക്ക്. അതിന്റെ ഇംഗ്ലീഷ് മീനിങ് വരുന്നത് എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരെ പറയുന്ന പേരാണ് എന്ത്? ഏത്തിയസ് എന്ന് പറയുന്നത്. ആണ് ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളാണ് ഏത്തിയസ്, അല്ലെങ്കിൽ നിരീശ്വരവാദി എന്ന് പറയുന്ന അതേ മീനിങ് വരുന്ന വാക്കാണ് ഏത്തിയസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വാക്ക് നോക്കുക, തിയസ്റ്റ്. അതായത് ഇതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ്. എ പേഴ്സൺ ഹു ബിലീവ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളെ പറയുന്ന പേരാണ് എന്ത്? തിയസ് എന്ന് പറയുന്നത്. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് തിയസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ വാക്കാണ് അഗ്നോസ്റ്റിക്. അഗ്നോസ്റ്റിക് എന്ന് പറയുമ്പം എ പേഴ്സൺ ഹു ഈസ് നോട്ട് ഷുവർ വെദർ ഗോഡ് ഈസ് എക്സിസ്റ്റ് ഓർ നോട്ട്. അതായത് ദൈവം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് വിശ്വസിക്കുക. രണ്ടിലും ഒരു ഉറപ്പില്ലാത്ത ആളുകളെ പറയുന്ന പേരാണ് അഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത ആൾക്കാരാണ് എന്ത്? അഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. അടുത്ത ലാസ്റ്റ് വാക്കാണ് ഫാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എ പേഴ്സൺ ഹു ബിലീവ്സ് എവറിത്തിങ് ഹാപ്പൻ ബൈ ഫേറ്റ്. അതായത് വിധിയാണ് എല്ലാത്തിനും കാരണം, അല്ലെങ്കിൽ എല്ലാം സംഭവിക്കാൻ കാരണം വിധിയാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതായത് എല്ലാം വിധിപ്രകാരമാണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെയാണ് ഫാറ്റലിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് ആ 4 വാക്കിന്റെ മീനിങ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കുകളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് വാക്കാണ് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്ന വാക്ക്. ഒപ്റ്റിമിസ്റ്റിന്റെ മീനിങ് എന്താ നോക്കിക്കോളൂ. നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് എന്ത് പറയുന്നത്? ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെയാണ് ഗുഡ് തിങ്സ് ടു ഹാപ്പൻ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് എന്ത് പറയുന്നത്? ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്കാണ് ഇത് പെസ്സിമിസ്റ്റ് എന്ന് പറയുന്നത്. പെസ്സിമിസ്റ്റ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വാക്കുകളാണ്. പെസ്സിമിസ്റ്റ് എന്ന് പറയുന്നത് അതായത് മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ നെഗറ്റീവ് ഒക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ പോകുമ്പോൾ നെഗറ്റീവ്ലി ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനത്തെ ആൾക്കാരാണ് എന്ത് പറയുന്നത്? പെസ്സിമിസ്റ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ്ലി തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മോശം കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വിചാരിക്കുന്ന ആൾക്കാർ എന്ത് പറയും? പെസ്സിമിസ്റ്റ് എന്ന് പറയും. ഇനി അടുത്ത് നോക്കിയോ, പാട്രിയോട്ട് എന്ന് പറയുന്ന വാക്ക്. പാട്രിയോട്ട് എന്ന് പറയുന്ന വാക്ക് ഇപ്പോൾ ഇറങ്ങിയ സിനിമയ്ക്കകത്ത് തന്നെ അറിയാം, നിങ്ങൾക്ക് അറിയാമല്ലോ. രാജ്യസ്നേഹം അല്ലെങ്കിൽ രാജ്യത്തോട് ഒരുപാട് സ്നേഹമുള്ള, സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്ന ആൾക്കാരെ എന്താ പറയുന്നത്? പാട്രിയോട്ട് എന്ന് പറയുന്ന വാക്ക് എന്ത് അതിന്റെ മീൻ ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ട്രൈറ്റർ എന്ന് പറയും. അതിന് തൊട്ട് ഓപ്പോസിറ്റ് വാക്കാണ്, പേട്രിയോട്ടിന്റെ ഓപ്പോസിറ്റ് വാക്കാണ്. സ്വന്തം രാജ്യത്തെ വഞ്ചിക്കുന്ന ആൾക്കാർ എന്ത് പറയുന്നത്? ട്രൈറ്റർ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ്. അടുത്ത വാക്ക് നോക്കിക്കോളൂ, ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. മനുഷ്യനെ സ്നേഹിക്കുന്ന ആൾക്കാരെ പറയുന്ന വാക്കാണ് ഫിലാന്ത്രോപ്പിസ്റ്റ്. അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് വാക്കാണ് എന്ത്? മിസാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യനെ സ്നേഹിക്കാത്ത അല്ലെങ്കിൽ മനുഷ്യനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ പറയുന്ന വാക്കാണ് എന്ത്? മിസാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്ന വാക്ക്. അപ്പൊ ഇത്രയും വാക്കുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ PSCക്ക് ചോദിച്ച വാക്കുകളാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ പറയുന്നതാണ് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്കാണ് പെസ്സിമിസ്റ്റ് എന്ന് പറയുന്നത്. പെസ്സിമിസ്റ്റ് എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മോശം കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് പെസ്സിമിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാക്കാണ് ഇത് പാട്രിയോട്ടും ട്രൈറ്ററും. അതായത് രാജ്യത്തെ സ്നേഹിക്കുന്ന ആൾക്കാരും മറ്റേത് രാജ്യത്തെ വഞ്ചിക്കുന്ന ആൾക്കാരും. കൂടാതെ നെക്സ്റ്റ് വാക്ക് ഫിലാന്ത്രോപ്പിസ്റ്റും മിസാന്ത്രോപ്പിസ്റ്റ്. അതായത് മനുഷ്യനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. മിസാന്ത്രോപ്പിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ സ്നേഹിക്കാത്ത ആൾക്കാരെ, അല്ലെങ്കിൽ മനുഷ്യനെ ഇഷ്ടമല്ലാത്ത ആൾക്കാരെ എന്ത് പറയുന്നത്? മിസാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സെലക്ട് ദ സെന്റൻസ് വിത്ത് കറക്റ്റ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നുള്ളതാണ് കളക്റ്റീവ് നൗൺ. അപ്പൊ നൗണിന്റെ ഒരു ടൈപ്പാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അതായത് കളക്ഷൻ ഓഫ് ഒരു സാധനത്തിന്റെ കളക്ഷനെ പറയുന്ന, അല്ലെങ്കിൽ കളക്ഷനെ നൗണിൽ നമ്മൾ പ്രത്യേക ഒരു വാക്കുകൾ ഉപയോഗിച്ച് പറയാറുണ്ട്. കുറെ സാധനങ്ങൾ കളക്ഷനെ നമ്മൾ ഒരു സ്പെസിഫിക് വേർഡ് വെച്ച് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അപ്പൊ താഴെ തന്നേക്കുന്ന ഒരു 4 സെന്റൻസ് ഉണ്ട്. 4 സെന്റൻസിൽ കറക്റ്റ് ആയിട്ട് കളക്റ്റീവ് നൗൺ യൂസ് ചെയ്തേക്കുന്ന സെന്റൻസ് ഏതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നോക്കുക, നമുക്ക് കളക്റ്റീവ് നൗൺ മാത്രം എടുത്ത് നോക്കാം. എ പ്രൈഡ് ഓഫ് ലയൺസ് എന്നാണ് ഫസ്റ്റ് ലൈനിൽ വരുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫ്ലീറ്റ് ഓഫ് കൗസ്, മൂന്നാമത്തെ ബണ്ടിൽ ഓഫ് ബേർഡ്സ്, ട്രൂപ്പ് ഓഫ് ഫിഷ് എന്ന് പറയുന്നതാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട കളക്റ്റീവ് നൗൺ ഏതൊക്കെയാണ് നോക്കിയിട്ട് ഇതിന്റെ ആൻസർ ചെയ്യാം. നോക്കിക്കോളൂ. പ്രധാനപ്പെട്ട കളക്റ്റീവ് നൗൺ, അതായത് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കളക്റ്റീവ് നൗൺസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ നോക്കിക്കോളൂ, പ്രൈഡ് ഓഫ് ലയൺസ്. ലയണിന്റെ കൂട്ടത്തെ നമ്മൾ പറയുന്ന വാക്കാണ് പ്രൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിംഹം എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രൈഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കല്ലേ, അല്ലെങ്കിൽ കാട്ടിലെ രാജാവൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അപ്പം
പ്രൈഡ് എന്ന് പറയുന്നത് എന്തിന്റെ കളക്റ്റീവ് നൗൺ ആണ്? സിംഹത്തിന്റെ കളക്റ്റീവ് നൗൺ പ്രൈഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഹേർഡ് ഓഫ് കൗസ്, കൗസിന്റെ കൂട്ടത്തെ, അതായത് പശുക്കളുടെ കൂട്ടത്തെ പറയുന്ന പേരാണ് ഹേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയോളൂ. എ ട്രൂപ്പ് ഓഫ് മങ്കീസ് അല്ലെങ്കിൽ സോൾജേഴ്സ്, പട്ടാൾക്കാരുടെ കൂട്ടത്തെ അറിയാലോ, ഈ ആർമിയൊക്കെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം ട്രൂപ്പ് എന്നാണ് പറയാറുള്ളത്. അപ്പം ഈ മങ്കീസിന്റെയും ഈ സോൾജേഴ്സിന്റെ ഒക്കെ കൂട്ടത്തെ പറയുന്ന പേരാണ് ട്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വാക്ക് നോക്കിക്കോളൂ. ഫ്ലോക്ക് ഓഫ് ബേഡ്സ്, ബേഡ്സിന്റെ കൂട്ടത്തെ പറയുന്ന പേരാണെന്ത്? ഫ്ലോക്ക് എന്ന് പറയുന്നത്. ബേഡ്സിന്റെ കൂട്ടത്തെ പറയുന്ന വാക്കാണ് ഫ്ലോക്ക് ഓഫ് ബേഡ്സ് എന്ന് പറയുന്നത്. അടുത്ത പാക്ക് ഓഫ് വോൾസ്, അതായത് ഈ ചെന്നായ്ക്കളുടെ കൂട്ടത്തെ പറയുന്നതാണ് പാക്ക് ഓഫ് വോൾസ് എന്ന് പറയും. ഇനി വെരി ഇമ്പോർട്ടൻറ്റ്, സ്വാം ഓഫ് ബീസ്, ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്വാം ഓഫ് ബീസ്, ഈ ബീസിന്റെ കൂട്ടത്തെ പറയുന്ന പേരാണ് സ്വാം ഓഫ് ബീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കോളൂ. പ്ലേയേഴ്സ്, അതറിയാലോ, പ്ലേയേഴ്സിന്റെ കൂട്ടത്തെ നമ്മൾ എന്ത് പറയുന്നത്? കുറെ കളിക്കാരുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ടീം എന്ന് പറയുന്നത്. ഒരാൾ ഒറ്റയ്ക്ക് ഒരു ടീം ആവത്തില്ല, കുറെ കളിക്കാർ കൂടി ചേർന്ന് നിൽക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ടീം എന്ന് പറയും. ഓക്കെ, അടുത്ത വാക്ക് നോക്കിക്കോളൂ. അടുത്ത് നോക്കിക്കോ. സ്കൂൾ അല്ലെങ്കിൽ ഷോൾ ഓഫ് ഫിഷ്, ഷോൾ ഓഫ് ഫിഷ്. അപ്പൊ എന്താണ്? സ്കൂൾ അല്ലെങ്കിൽ ഷോൾ ഓഫ് ഫിഷ്, ഫിഷിന്റെ കൂട്ടത്തെ എന്ന് പറയുന്ന രണ്ട് വാക്കുണ്ട്. സ്കൂൾ അല്ലെങ്കിൽ ഷോൾ എന്ന് പറയും. നെക്സ്റ്റ് നോക്കിക്കോളൂ. ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, നമുക്കറിയാവുന്ന വാക്കാണ്. ഫ്ലവറിന്റെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൊക്കെ എന്ന് പറയുന്നത്. നമ്മളൊരു ബൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്ത് കൂടുതലുള്ള എന്താണ്? ഫ്ലവേഴ്സ് ആണ്. കുറെ കൂട്ടുമ്പോൾ ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? ബൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട വാക്കുകൾ ഓർത്ത് വെച്ചേക്കുക. പ്രൈഡ്, ഹേർഡ്, ഫ്ലോക്ക്, സ്കൂള്, ബൊക്കെ, ട്രൂപ്പ്, പാക്ക്, സ്വാമ്, ടീം. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടത്. ഇത് മാത്രമല്ല, ഒരുപാട് വാക്കുകളുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട കഴിഞ്ഞ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് വാക്കുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കളക്റ്റീവ് നൗൺ കഴിഞ്ഞു, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചൂസ് ദ അന്റോണിം ഓഫ് അബണ്ടന്റ്. അബണ്ടന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അന്റോണിം കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് എന്താണ് അന്റോണിം? അന്റോണിം എന്താണ്? സിനോണിം. സിനോണിം എന്ന് നോക്കാം. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അന്റോണിമും സിനോണിമും. അപ്പം അന്റോണിം എന്ന് പറയുന്നത് ഒരു വാക്കിന്റെ ഓപ്പോസിറ്റ് മീൻ ചെയ്യുന്ന വാക്കുകളെ പറഞ്ഞതാണ് അന്റോണിം എന്ന് പറയുന്നത്. സിനോണിം എന്ന് പറയുന്നത് എന്താണ്? ഒരു വാക്കിന്റെ സെയിം മീനിങ്, അത് ആ വാക്കിൽ തന്നെ ഉണ്ട്. സിനോണിം, സെയിം, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. 2 S സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വാക്കിന്റെ സെയിം മീനിങ് വരുന്ന വാക്കുകളെ പറയുന്ന പേരാണ് സിനോണിം എന്ന് പറയുന്നത്. ആ വാക്കിന്റെ ഓപ്പോസിറ്റ് മീൻ ചെയ്യുന്ന വാക്കുകളെ പറയുന്ന പേരാണ് അന്റോണിം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന അബണ്ടൻ എന്ന് പറയുന്ന വാക്കിന്റെ എന്ത് കണ്ടുപിടിക്കാന്? അന്റോണിം കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. അതായത് അബണ്ടന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് മീൻ ചെയ്യുന്ന വാക്ക് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അറിയണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അബണ്ടന്റിന്റെ മീനിങ്ങും പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിലുള്ള വാക്കുകൾ, അതായത് 3 എണ്ണമെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും? ഇതിന്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓപ്ഷൻ വായിച്ച് നോക്കാം, എന്തെങ്കിലും വാക്കിന്റെ മീനിങ് അറിയാമെന്ന് നോക്കാം. ഫസ്റ്റ് വാക്ക് എക്സസ് എന്നാണ്. എക്സസ് എന്ന് വെച്ചാൽ എന്താണ്? കേട്ടുള്ള വാക്കല്ല, എക്സസ് എമൗണ്ട് ഒന്നും കേട്ടില്ല. അപ്പൊ ഒരുപാട് എന്ന് പറയുന്ന വാക്കാണ് എക്സസ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ്. രണ്ടാമത്തെ വാക്കുകൾ ആമ്പിൾ. ആമ്പിൾ ഏകദേശം എന്താണ്? ഒരുപാട് അല്ലെങ്കിൽ വളരെയധികം എന്ന് പറയുന്ന വാക്ക് ഏകദേശം ആ മീൻ വരുന്ന വാക്കാണ് അത് ആമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാക്കൊക്കെ സ്കാൻഡി. സ്കാൻഡിയുടെ വാക്ക് പല ആൾക്കാർക്കും അറിയത്തില്ല ആയിരിക്കാം, അപ്പൊ നമുക്കത് മാറ്റി വെച്ചേക്കാം. നെക്സ്റ്റ് നോക്കിയോളൂ ഓവർഫ്ലോയിങ്. ഓവർഫ്ലോയിങ് അറിയാലോ, നിറഞ്ഞ് കവിഞ്ഞൊഴുകുക എന്നൊക്കെ പറയും ഓവർഫ്ലോയിങ് എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം ഈ 3 വാക്കിന്റെ മീനിങ് ഏകദേശം ഒരേ കണക്ക് വന്നു. അതിൽ ഡിഫറന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വാക്കിനാണ് സ്കാൻഡി. അപ്പൊ സ്വാഭാവികമായിട്ട് അബണ്ടന്റിന്റെ മീനിങ്, ഓപ്പോസിറ്റ് മീനിങ് എന്തായിരിക്കും? സ്കാൻഡി ആയിരിക്കും. നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം? ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പം നമുക്കതെല്ലാം വളരെ ഡീറ്റെയിൽഡ് അതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. നോക്കിയുള്ളൂ ഫസ്റ്റ് വാക്ക് എക്സസ് എന്ന് പറയുന്ന വാക്ക് അറിയല്ലോ. അധികം, ആവശ്യത്തിലധികം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട്, അല്ലെങ്കിൽ മോർ ദാൻ നീഡഡ്, ടു മച്ച് എന്നൊക്കെ പറയുന്ന വാക്കിന്റെ മീനാണ്, അല്ലെങ്കിൽ ആ ഒരു അർത്ഥം വരുന്ന വാക്കാണ് എക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ വാക്കാണ് ഇത് ആമ്പിൾ എന്ന് പറയുന്നത്. ആമ്പിളിന്റെ മീനിങ് ആണ് എനഫ്, പ്ലെന്റി, ധാരാളം, അല്ലെങ്കിൽ ഒരുപാട് എന്ന് പറയുന്ന ഏകദേശം സെയിം മീൻ തന്നെ വരുന്ന വാക്കാണ് ആമ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നോക്കിക്കോളൂ സ്കാൻഡി. സ്കാൻഡിയുടെ മീനിങ് എന്താണ്? വെരി ലിറ്റിൽ, ഇൻസഫിഷ്യന്റ്, കുറവുള്ള, അല്ലെങ്കിൽ അപര്യാപ്തമായ, അല്ലെങ്കിൽ കുറവുള്ള എന്ന് പറയുന്ന ഇതിന്റെ ഓപ്പോസിറ്റ് മീൻ ചെയ്യുന്ന വാക്കാണ് ഇത് സ്കാൻഡി എന്ന് പറയുന്ന വാക്ക്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക ഓവർഫ്ലോയിങ്. ഓവർഫ്ലോയിങ് നമ്മൾ പഠിച്ച വാക്കാണല്ലോ. എന്താണ്? ഫുൾ ആൻഡ് സ്പില്ലിംഗ് ഓവർ, അല്ലെങ്കിൽ കവിഞ്ഞൊഴുകുക എന്നൊക്കെ പറയും. ഏകദേശം എന്താണ്? നമ്മുടെ എക്സസിന്റെ ആമ്പിളിന്റെ സെയിം മീനിങ് തന്നെയാണ് ഓവർഫ്ലോയിങ്ങിന് വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്ന വാക്കാണ് അബണ്ടന്റ് എന്ന് പറയുന്നത്. അബണ്ടന്റ് മീനിങ് എന്താണ്? അത് സമൃദ്ധമായ, ധാരാളം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഇതിന് സെയിം മീനിങ് വരുന്ന വാക്കാണ് ഇത് അബണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ അന്റോണിം എന്ന് പറയുന്നത് ഏതാണ്? അന്റോണിം ഏതാണ്? സ്കാൻഡി ആണ് അന്റോണിം. ഈ അബണ്ടന്റെ സിനോണിം ആണ് ബാക്കി 3 സെയിം മീനിങ് വരുന്ന വാക്കാണ്. ഓക്കെ, സിനോണിം, അന്റോണിം എന്താണെന്ന് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് വാക്കുകളുടെ മീനിങ് എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ പരീക്ഷയ്ക്ക് സിനോണിം, അന്റോണിമായിട്ട് ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സ്പെല്ലിംഗ്. നമുക്ക് കുറെ ഒരു വാക്ക്, അല്ലെങ്കിൽ 1, 2, 3 വാക്ക്, 4 ഡിഫറെന്റ് വാക്ക് തരും, അല്ലെങ്കിൽ ഒരു വാക്ക് തന്നെ ഡിഫറെന്റ് ആയിട്ട് പല സ്പെല്ലിംഗ് തന്നിട്ട് ചോദിക്കും അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ടുള്ള വാക്ക് എന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പം ഇവിടെ തന്നിരിക്കുന്ന മിസലേനിയസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. അതിന്റെ 4 വാക്ക്, അത് സ്പെല്ലിംഗ് തെറ്റാക്കിയിട്ട് തന്നിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ നോക്കുക, ഫസ്റ്റത്തെ ഓപ്ഷൻ 2, 3, 4.
ഓക്കെ, ഈ 4 സ്വാഭാവികമായിട്ടും പല ആൾക്കാരും സ്പെല്ലിംഗ് പഠിക്കാതെ പോകുന്ന ആൾക്കാരുണ്ട്. ചിലവർക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു രൂപം കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഇങ്ങനത്തെ കുറെ ടഫായിട്ടുള്ള കുറെ വാക്കുകളുണ്ട്, സാധാരണ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്ന കുറെ വാക്കുകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് ഒക്കെ നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഈ മിസലേനിയസിന്റെ അർത്ഥം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും വരത്തില്ല. വായിച്ചു നോക്കാൻ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ആൻസർ. ഇത് ഒരിക്കലും മിസലേനിയസ് ആയിട്ട് വരത്തില്ല. ഈ വാക്ക് കറക്റ്റ് വായിക്കാൻ പ്രൊനൗൺസ് ചെയ്യാൻ അറിയാമെങ്കിൽ, അറിയാവുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓപ്ഷൻ എന്ത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബാക്കി നോക്കിക്കോളൂ. ഇത് നമുക്ക് ഒഴിവാക്കാം. അത് 2 സാധാരണ മിസലേനിയസിൽ 2 വരും. അപ്പം കാണുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓപ്ഷൻ ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്ന 2 ഓപ്ഷനാണ്. സോ എന്തെങ്കിലുമൊക്കെ ആ വാക്ക് മുൻപരിചയം ഉള്ള ഒരാളാണെങ്കിൽ മിസലേനിയസ് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷനും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ ഒരുപാട് വാക്കുകൾ, കുറെ വാക്കുകൾ എല്ലാ വർഷങ്ങളിലും PSC എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇങ്ങനെ നമ്മളെ കുഴപ്പിക്കാനായിട്ട് PSC സ്പെല്ലിംഗ് കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ചോദിച്ചു വരുന്ന വളരെ ടഫായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റിയ കുറച്ച് വാക്കുകളുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഇതെല്ലാം നോട്ട് ഡൗൺ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്ത കുറെ വാക്കുകളാണ്. സോ നമുക്ക് ആ വാക്കുകൾ അതൊക്കെ നോക്കാം. ഫസ്റ്റ് വാക്കാണ് അക്കോമഡേഷൻ. അക്കോമഡേഷന്റെ നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു ഭാഗമാണ്. 2 C ഉണ്ട്, 2 M ഉണ്ട്. അക്കോമഡേഷന്റെ സ്പെല്ലിംഗ് എപ്പോഴും പരീക്ഷയ്ക്ക് തെറ്റിച്ച് തരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് പ്രധാനമായിട്ട് ഓർത്ത് വെച്ചേക്കുക അക്കോമഡേഷന്റെ സ്പെല്ലിംഗ് എന്താണെന്ന്. രണ്ടാമത് നോക്കിയാൽ ബിലീവ്. ബിലീവ് പിന്നെയും പൊതുവെ എല്ലാവർക്കും എഴുതാൻ പറ്റും, എങ്കിലും ചില സമയത്ത് നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കാരണം മാർക്ക് പോകുന്ന ഒരു വാക്കാണ് ബിലീവ് എന്ന് പറയുന്നത്. അടുത്ത എക്സാഗറേറ്റ് എന്ന് പറയുന്ന വാക്ക്, അതിലും 2 G ഉണ്ട്, നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നെസറി, അത് 2 S ആണ് വന്നേക്കുന്നത്. അപ്പം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാക്കുകളാണ് മോസ്റ്റ്ലി അവർ തെറ്റി ചെയ്യാറുള്ളത്. അപ്പോൾ അത് വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് വെച്ചേക്കുക. നെക്സ്റ്റ് മില്ലേനിയം എന്ന് പറയുന്ന വാക്ക്, അതേപോലെ തന്നെ ഗവൺമെന്റ് നമ്മൾ പറയുമ്പം ഇല്ലെങ്കിലും എഴുതുന്ന സമയത്ത് ഒരു 6 അതിനകത്ത് വരുന്നുണ്ട്, ഗവൺമെന്റ്. ഓക്കെ, അപ്പം ഒരു 6 ചിലപ്പം തെറ്റിച്ചൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് പല ഭാഗത്തും ഈ പരീക്ഷ ടെൻഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ അത് ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും പരീക്ഷയുടെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇതൊക്കെ തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്ത ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന വാക്കും ബിഗിനിങ്, ഒക്കേഷനിങ് പറയുന്ന വാക്കുകളൊക്കെ പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള വാക്കുകളാണ്. ഇതൊക്കെ വ്യക്തമായിട്ട് എഴുതി എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത റിസീവ്. റിസീവ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വാക്കാണ് റിസീവ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പറയാനൊക്കെ അറിയാം, പക്ഷെ നമ്മൾ സ്പെല്ലിങ്ങിലോട്ട് വരുമ്പോൾ 4 ഓപ്ഷൻ ഒരേ ഓണം കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റിസീവ് എന്ന് പറയുന്ന വാക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത അച്ചീവ്മെന്റ് ആയാലും എംബറാസ്, ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വീണ്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ എംബറാസ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് R 2 വട്ടം ഉണ്ട്, S 2 വട്ടം ഉണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എംബറാസിന്റെ സ്പെല്ലിംഗ് ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്, തെറ്റിക്കാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വാക്കാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ സെപ്പറേറ്റ് എന്ന് പറയുന്ന വാക്കായാലും മെയിൻ്റനൻസ്, കമ്മിറ്റിക്കകത്തും M ഉണ്ട്, T ഉണ്ട്, E ഉണ്ട്. 2 വട്ടം റിപ്പീറ്റ് ചെയ്ത് 2 വട്ടം വരുന്ന M 2 വട്ടം ഉണ്ട്, T 2 വട്ടം ഉണ്ട്, E 2 വട്ടം ഉണ്ട്. അപ്പം റിപ്പീറ്റ് ചെയ്യുന്ന സ്പെല്ലിംഗ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് പോവുക. പിന്നെ പ്രൊഫഷൻ ആയാലും സക്സസ്, എൻവയോൺമെന്റും ശ്രദ്ധിച്ചു പോകുക. നമ്മൾക്ക് മോസ്റ്റ്ലി വാക്കുകളൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. ചിലതൊക്കെയാണ് കുറച്ചുകൂടെ ടഫായിട്ട് വരുന്ന വാക്കുകൾ, ഈ സ്പെല്ലിംഗ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ 2 M 2 L ഒക്കെ വരുന്ന വാക്കുകൾ, അതൊക്കെയാണ് കൂടുതൽ ഇങ്ങനെ തെറ്റിച്ച് ചോദിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്ന വാക്കുകൾ പ്രത്യേക ശ്രദ്ധ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ട് പോവുക. ഇങ്ങനത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വളരെ ഇതായിട്ട് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കുഴപ്പിക്കുന്നതായിരിക്കും, എങ്കിലും മോസ്റ്റ്ലി നമ്മളിതൊക്കെ വായിച്ചെന്ന് ഒരു റൗണ്ട് റിവിഷൻ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോസ്റ്റ്ലി ഒറ്റ നോട്ട് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇങ്ങനത്തെ വാക്കുകൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച കുറേ വാക്കുകളാണ് ഞാൻ ഈ തന്നിട്ടുള്ളത്. മോസ്റ്റ്ലി ലാസ്റ്റ് റൗണ്ട് റിവിഷൻ എന്നുള്ള നിലയ്ക്ക് ഈ വാക്കുകളൊക്കെ എന്ത് ചെയ്യാമെന്ന് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് വായിച്ച് പഠിച്ചുകൊണ്ട് പോകാം. ഇനി അടുത്ത സെഷനിലേക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹിസ് വൈഫ് ക്യാൻഡ് ഹിസ്, ഒരു ക്യാൻഡ് ഡാഷ് ഉണ്ട്, ക്യാൻഡ് ഹിസ് ടെറിബിൾ ബിഹേവിയർ എനിമോർ. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ സെന്റൻസിന്റെ മീനിങ് നോക്കുക. ആ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ നോക്കുക, നമുക്കറിയാം എന്താ ചോദിച്ചേക്കുന്നത്. ഫ്രേസൽ വെർബ് ആണ് എന്ത് ചെയ്തേക്കുന്നത്, ചോദിച്ചേക്കുന്നത്. താഴെ തന്നേക്കുന്ന ഫ്രേസൽ വെർബ് ആണ്. അപ്പോൾ ഫ്രേസൽ വെർബിന്റെ ആ മീനിങ് വരുന്ന അല്ലെങ്കിൽ അവിടെ വരുന്ന വോക്കിന്റെ മീനിങ് അതേ മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ് ആദ്യമേ സെന്റൻസിന്റെ മീനിങ് എന്നൊന്ന് മനസ്സിലാക്കുക, എന്നാൽ മാത്രം നമുക്ക് ഇവിടെ എന്താണ് വരുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കിക്കോളൂ. ഹിസ് വൈഫ് ക്യാൻഡ് ഹിസ് ടെറിബിൾ ബിഹേവിയർ എനിമോർ. ടെറിബിൾ ബിഹേവിയർ എന്ന് വെച്ചാൽ ഭീകരമായ സ്വഭാവം അല്ലെങ്കിൽ മോശമായ സ്വഭാവം എന്നൊക്കെ പറയുന്ന വാക്കാണ് ടെറിബിൾ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ അതായത് ടെറിബിൾ ആയിട്ടുള്ള സ്വഭാവം എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ആ ഡാഷിന്റെ അടുത്ത് വരുന്ന എന്താണ്, സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ എന്താണ്, അത് സാധാരണ അങ്ങനെ സഹിക്കാൻ പറ്റുമെന്നല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അദ്ദേഹത്തിന്റെ ടെറിബിൾ ആയിട്ടുള്ള സ്വഭാവം സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ സഹിക്കുക എന്നൊക്കെ പറയുന്ന വാക്കാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വരാൻ ചാൻസ് ഉള്ള വാക്ക്. അപ്പൊ ആ വാക്കിന്റെ അതേ മീനിങ് വരുന്ന താഴെ കൊടുത്തേക്കുന്ന ഏത് ഫ്രേസൽ വെർബ് ആണെന്നാണ് ചോദ്യം. ഇപ്പം അത്രയും മനസ്സിലാക്കി എന്ന് കൊണ്ട് ഒരിക്കലും ഫ്രേസൽ വെർബ് നമുക്ക് അറിയത്തില്ലെങ്കിൽ അതിന്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. ഏകദേശം എല്ലാം ഒരേ കണക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്ന് പുട്ടിൻ വിത്ത് പുട്ടോണ്, പുട്ട വിട്ട് പുട്ട വിത്ത് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ സഹിക്കാന്നായാലും വേറെ എന്ത് മീനിങ് ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചുമ്മാ നോക്കി കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ ഫ്രേസൽ വെർബ് നല്ലപോലെ പഠിച്ചുകൊണ്ട് പോകണം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ഫ്രേസൽ വെർബ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഫ്രേസൽ വെർബ് മൊത്തത്തിൽ ഇരുന്ന് ഒറ്റ ദിവസം കൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമാണെന്ന് അറിയില്ല, എങ്കിലും വളരെ ഗ്രാജുവലി അല്ലെങ്കിൽ കുറച്ച് പഠിച്ചു പോയാൽ മാത്രമേ നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഞാൻ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ
വെച്ചുള്ള ഫ്രേസൽ വെർബാണ്. അപ്പം പുട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം ഇന്ന് ഈ സെഷൻ കാണുന്നവർ ആ പുട്ടുമായിട്ട് ബന്ധപ്പെട്ട സെഷൻസ് അല്ലെങ്കിൽ വാക്കുകൾ ഇന്ന് പഠിക്കാം. നമുക്ക് അടുത്ത സെഷനിൽ അടുത്തായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ തരാം. അപ്പം ഒറ്റ ക്ലാസ്സിൽ മൊത്തം എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കത്തില്ല. അപ്പം ഇന്ന് പുട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളും അതിന്റെ മീനിങ്ങും തരാം. ജസ്റ്റ് നോക്കുക പ്രധാനപ്പെട്ട വാക്കുകൾ, അതിന് ശേഷം അതിന്റെ ആൻസർ നമുക്ക് പറയാം. നോക്കിക്കോളൂ. ഫസ്റ്റ് വാക്ക് പുട്ട് അപ്പ് വിത്ത് എന്ന് പറയുന്നത്, അതാണ് ടോളറേറ്റ്, സഹിക്കുക എന്ന് പറയും. ഓക്കെ, നമ്മൾ പറഞ്ഞ മറ്റേ ആൻസർ ആയിട്ട് വരുന്ന വാക്ക് ഇതാണ്, സഹിക്കുക, പുട്ടപ്പ് വിത്ത് എന്ന് പറയുന്ന വാക്ക്. അപ്പം പുട്ടപ്പ് വിത്ത് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താണ്? ടോളറേറ്റ് ചെയ്യുക. ടോളറേറ്റിന്റെ മീനിങ് സഹിക്കുക എന്നാണ് കേട്ടോ, അതുകൂടെ പഠിച്ചു വെച്ചേക്കുക. അപ്പം പുട്ടപ്പ് വിത്തിന്റെ മീനിങ് ആണ് സഹിക്കുക എന്ന് പറയും. അടുത്ത പുട്ടപ്പ്. പുട്ടപ്പ് എന്ന് വെച്ചാൽ ബിൽഡ് അല്ലെങ്കിൽ റേസ്, സ്ഥാപിക്കുക അല്ലെങ്കിൽ നിർമ്മിക്കുക എന്ന് പറയും. പുട്ടപ്പ് അപ്പം എന്ന് വെച്ചാൽ മുകളിലോട്ട്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ എന്ന് വെച്ചാൽ മുകളിലോട്ടൊന്നല്ലേ അർത്ഥം. അപ്പൊ പുട്ടപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എന്തെങ്കിലും സ്ഥാപിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ സ്ഥാപിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മുകളിലോട്ടല്ലേ ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് പുട്ടപ്പിന്റെ മീനിങ് എന്താണ്? ടു റൈസ് അല്ലെങ്കിൽ ടു ബിൽഡ് എന്ന് പറയുന്ന വാക്കായിരിക്കും. ഓക്കെ, അടുത്ത പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ എന്താണ്? ഡൗൺ എന്ന് വെച്ചാൽ താഴട്ടല്ലേ, ഒരാളെ അടിച്ചമർത്തുക, സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഡൗൺ ആക്കുക. ഒരാൾ ഡൗൺ ആക്കുക, അടിച്ചമർത്തുക, സപ്രസ് ചെയ്യുക. അപ്പൊ അതിനെന്ത് ചെയ്യാം? പുട്ട് ഡൗൺ എന്ത് ചെയ്യാം? അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, പുട്ട് ഡൗൺ. ഡൗണിനകത്ത് തന്നെ എന്തുണ്ട്? സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ അടിച്ചമർത്തുക എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു കോഡിൽ എന്ത് ചെയ്യുക? അതൊക്കെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വാക്ക് നോക്കുക. പുട്ട് ഡൗണിന്റെ അതേ വേറൊരു മീനിങ് ആണ് ഹ്യൂമിലിയേറ്റ് ചെയ്യുക, ഒരാളെ അപമാനിക്കുക. അതും ഡൗൺ ആക്കുക. ഒരാളെ ഡൗൺ ആക്കുന്നതിന് തുല്യമാണ് എന്ത്? അപമാനിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പം അതും അതിന്റെ മീനിങ് ആ ഒരു രീതി തന്നെ എന്ത് ചെയ്യുക? ആ ഒരു കോഡിൽ തന്നെ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് വാക്ക് നോക്കുക. പുട്ടിന്. പുട്ടെന്ന് വെച്ചാൽ എന്താ? സമയം ചെലവിടുക എന്നൊക്കെ പറയും. സ്പെൻഡ് ടൈം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സമയം സ്പെൻഡ് ചെയ്യുക, സ്പെൻഡ് ടൈം അല്ലെങ്കിൽ എഫർട്ട് എന്നൊക്കെ പറയുന്ന വാക്കിന്റെ മീനിങ് ആണ് പുട്ട് ഇന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. പുട്ട് അവേ. സേവ് ആഫ്റ്റർ യൂസ്, മാറ്റി വെക്കുക. പുട്ട് അവേ എന്ന് വെച്ചാൽ ഒരു സാധനം നമ്മൾ മാറ്റി വെക്കുമ്പോൾ എന്തായിരിക്കും? കുറച്ച് ദൂരത്തേക്കായിരിക്കും മാറ്റി വെക്കുന്നത്. ഓക്കെ, ഒരു സാധനം മാറ്റി വെക്കുക എന്ന് വെച്ചാൽ ഒരു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു, അടുത്ത് മാറ്റി വെക്കുക, നമ്മൾ കുറച്ച് അകലേക്കായിരിക്കും മാറ്റി വെക്കുന്നത്. അപ്പൊ എന്താണ്? ആ ഒരു കോളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി വെക്കുക. പുട്ട് എവേ. എവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അകലത്തേക്ക് എന്ത് ചെയ്യാം? അത് മാറ്റി വെച്ച് എന്ത് ചെയ്യാം? നമുക്ക് തന്നെ ആ ഒരു കോഡിൽ അത് പഠിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത വാക്കാണ് പുട്ട് അക്രോസ്. പുട്ട് അക്രോസ് മേക്ക് അണ്ടർസ്റ്റുഡ്, അതായത് വ്യക്തമാക്കി കൊടുക്കുക അല്ലെങ്കിൽ വ്യക്തമാക്കുക എന്ന് പറയും പുട്ട് അക്രോസിന്റെ മീനിങ്. അടുത്ത വാക്ക് നോക്കുക. പുട്ട് ഓഫ്. പുട്ട് ഓഫ്, ഓഫ് ചെയ്യുക, ഓഫ് ചെയ്യുക. പുട്ട് ഓഫ് എന്ന് പറയുന്നത് ആ ഒരു വാക്കിൽ നിന്ന് അതിന്റെ മീനിങ് കണ്ടുപിടുത്താൻ ശ്രമിക്കുക. പുട്ട് ഓഫ്, അതായത് നിനക്ക് പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റി വെക്കുക അല്ലെങ്കിൽ നിർത്തി വെക്കുക എന്നൊക്കെ പറയും. പോസ്റ്റ്പോൺ, പുട്ട് ഓഫ്. ഓഫ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്? നിർത്തുക എന്നല്ലേ അർത്ഥം. അപ്പം പുട്ട് ഓഫിന്റെ മീനിങ് എന്താണ്? പോസ്റ്റ്പോൺ ചെയ്യുക എന്നൊക്കെ പറയും. ഓക്കെ, അടുത്ത പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് ഡിഫറെന്റ് ആയിട്ടൊരു മീനിങ് ആണ്. എക്സ്റ്റിങ്യൂഷൻ അല്ലെങ്കിൽ തീ അണയ്ക്കുക എന്ന് പറയും. പുട്ട് ഔട്ടിന്റെ മീനിങ് എന്താണ്? തീ അണയ്ക്കുക എന്ന് പറയുന്ന മീനിങ് ആണത് പുട്ട് ഔട്ടിന്റെ മീനിങ്. അടുത്ത പുട്ട് ഓൺ നോക്കിക്കോളൂ. പുട്ട് ഓൺ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് പുട്ട് ഓൺ എന്ന് പറയുന്നത്. പുട്ട് ഓൺ വിയർ, ധരിക്കുക എന്നൊക്കെ പറയും, ഡ്രസ്സ് ധരിക്കുക എന്നൊക്കെ പറയും പുട്ട് ഓൺ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ്. പിന്നെ ബാക്കി കുറച്ച് വാക്കുകളുണ്ട്, അതുകൊണ്ട് നോക്കാം. പുട്ട് ഫോർവേഡ് എന്ന് പറയുന്ന വാക്കാണ് സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിർദ്ദേശിക്കുക എന്ന് പറയും. അപ്പൊ അതിൽ തന്നെ അതിന്റെ മീനിങ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പുട്ട് ഫോർവേഡ്. ഫോർവേഡ് എന്ന് വെച്ചാൽ മുമ്പോട്ട് വെക്കുക അല്ലെങ്കിൽ ഒരു സജഷൻ മുമ്പോട്ട് വെക്കുക, ഒരു നിർദ്ദേശം മുമ്പോട്ട് വെക്കുക. ഓക്കെ, അതിൽ തന്നെ ഉണ്ട് വാക്ക് പുട്ട് ഫോർവേഡ് എന്ന് പറയുന്ന വാക്ക്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ മീനിങ് കിട്ടും. പുട്ട് ഫോർവേഡ് എന്ന് വെച്ചാൽ എന്താണ്? സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിർദ്ദേശിക്കുക എന്നൊക്കെ പറയും. അടുത്ത വാക്ക് നോക്കിക്കോളൂ. പുട്ട് ത്രൂ. പുട്ട് ത്രൂവിന്റെ മീനിങ് ആണ് കണക്ട് ഫോൺ. അപ്പോൾ ഒരുപാട് മീനിങ് പുട്ട് ത്രൂവിനുണ്ട്. നമുക്ക് പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് വെച്ച മീനിങ് ആണ് കണക്ട് ഫോൺ. അപ്പോൾ അത് ഫോണുമായിട്ട് ബന്ധിപ്പിക്കുക, പുട്ട് ത്രൂ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പുട്ട് ബാക്കിന്റെ മീനിങ് എന്താണ്? റിട്ടേൺ ടു ഒറിജിനൽ പ്ലേസ്, തിരികെ വെക്കുക അല്ലെങ്കിൽ ഒരു സാധനം തിരികെ വെക്കുക, റിട്ടേൺ ടു ഒറിജിനൽ പ്ലേസിലേക്ക് എന്തെങ്കിലും മാറ്റി വെക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് പോകുക എന്നൊക്കെ പറയുന്ന മീനിങ് ആണത് പുട്ട് ബാക്ക് എന്ന് പറയുന്നത്. ബാക്ക് അറിയാലോ, ബാക്കിന്റെ മീനിങ് എന്താ? ബാക്ക് തിരിച്ച്, പുറകിൽ എന്നൊക്കെ പറയത്തില്ലേ. അപ്പം തിരിച്ച് ഒരു സ്ഥലത്തേക്ക് പോകുക അല്ലെങ്കിൽ തിരിച്ച് മാറ്റി വെക്കുക എന്നൊക്കെ പറയുന്നതിനാണ് എന്ത് പറയുന്നത്? പുട്ട് ബാക്ക് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ മീനിങ് ആ വാക്കിൽ നിന്ന് തന്നെ കിട്ടും. നെക്സ്റ്റ് വാക്കുകൾ പുട്ട് ഓവർ. വ്യക്തമായി അവതരിപ്പിക്കുക, കമ്മ്യൂണിക്കേറ്റ് സക്സസ്ഫുള്ളി, അതായത് ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന അതേ മീനിങ് വരുന്ന വാക്കാണ് ഇത് പുട്ട് ഓവർ എന്ന് പറയുന്നത്. അടുത്ത പുട്ട് എസൈഡ് നോക്കിക്കോളൂ. പുട്ട് എസൈഡ്, അത് റിസർവ് ചെയ്യുക അല്ലെങ്കിൽ മാറ്റി വെക്കുക. ഏകദേശം നേരത്തെ നമ്മൾ പഠിച്ച അതേ മീനിങ് തന്നെ വേറൊരു വാക്കാണ് പുട്ട് എസൈഡ്. സൈഡ് എന്ന് വെച്ചാൽ സൈഡിലോട്ട് അല്ലെങ്കിൽ ആ സൈഡ് എങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, സൈഡിലോട്ട് മാറ്റി വെക്കുക. പുട്ട് എസൈഡ്, സൈഡിലോട്ട് മാറ്റി വെക്കുക അല്ലെങ്കിൽ റിസർവ് ചെയ്യുക, മാറ്റി വെക്കുക. ആ ഒരു മീൻ വരുന്ന രീതിയിൽ ആ വാക്ക് പഠിക്കാം. നെക്സ്റ്റ് നോക്കിക്കോളൂ. പുട്ട് ഓഫ് ബൈ, ഡിസ്കറേജ്, നിരുത്സാഹപ്പെടുത്തുക. ഓക്കെ, എപ്പോഴും പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് പുട്ട് ഓഫ് ബൈ എന്ന് വെച്ചാൽ എന്താണ്? ഒരാളെ നിരുത്സാഹപ്പെടുത്തുക അല്ലെങ്കിൽ ഡിസ്കറേജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വാക്കിന്റെ മീനിങ് വരുന്നത് അല്ലെങ്കിൽ അതേ മീനിങ് വരുന്ന ഫ്രേസൽ വെർബാണ് പുട്ട് ഓഫ് ബൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം പുട്ടിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ വാക്കുകൾ പഠിച്ചു. ഇതിപ്പം ഒരുപാട് വാക്കുകളുണ്ട് എങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. സോ നമ്മുടെ ഇന്നത്തെ സെഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള കുറച്ച് PSC പരീക്ഷയ്ക്ക്, ഫോഴ്സിന്റെ പരീക്ഷയ്ക്കായാലും മറ്റ് എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വൊക്കാബുലറിയുടെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റുമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെ കുറേ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഫ്രേസൽ വെർബ് പുട്ടിന്റെ കാര്യം, അത് പുട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ ഫ്രേസൽ വെർബ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം അത് വ്യക്തമായിട്ട് റിവൈസ് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇനിയും മറ്റൊരു സെഷനായിട്ട് കാണാം. താങ്ക് യു.